ഹലോ, പ്രൈസ് ലോർഡ്. എൻ്റെ സഹോദരങ്ങളെല്ലാം സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് 37-ാം സങ്കീർത്തനത്തിൻ്റെ 23-ാം വാക്യം. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലം പരിചയാകുകയില്ല. യഹോവ അവൻ്റെ കൈ പിടിച്ച് താങ്ങുന്നു. ആമേൻ. നമ്മുടെ വഴിയിൽ പ്രസാദം തോന്നിയാൽ, ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ, ദൈവത്തിൻ്റെ പ്രസാദം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹിതമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പ്രസാദം. അപ്പോൾ നമ്മുടെ വഴിയിൽ പ്രസാദം തോന്നും. അവൻ വീണാലും അവനെ നിലം പരിചയമാക്കത്തില്ല. ദൈവം നമ്മളെ വഴുവഴുപ്പിൻ്റെ അറ്റത്തോളം എത്തിയാലും നമ്മളെ വീഴാതെ നിലനിർത്തി നമ്മളെ കാക്കുന്ന പരിപാലിക്കുന്ന ദൈവമാണ്. നിങ്ങളെല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. തളർന്നു പോകാതെ അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നുകൊണ്ട് നാം അവന് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന് വേണ്ടി നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ ഓരോ ദിവസവും അവൻ്റെ പാദവീടെ നാം ആയിരിക്കുന്ന സമയത്തൊക്കെയും ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ വേലയ്ക്ക് വേണ്ടി അഹോരാത്ര നാളിൽ അനേകരെ അതിലേക്ക് ദൈവനാമത്തിൽ ആദായപ്പെടുത്തുവാൻ വേണ്ടി നാം ഈ നാളുകൾ പ്രയത്നിക്കുന്നുവെങ്കിൽ തളർന്നു തകർന്നു പോകാതെ നമ്മെ വിടുവിക്കുന്ന കർത്താവാണ്. വീഴുവാൻ തക്കവണ്ണം ശത്രു തള്ളിയെങ്കിലും വീഴാതെ നിലം പരിചയാക്കാതെ ദൈവം നമ്മെ വിടുവിക്കുന്ന കർത്താവാണ്. ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ. ലോകത്തിലെ പലരും നമ്മെ നിന്ദിക്കാം, ആക്ഷേപിക്കാം. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ നമ്മെ നിലനിർത്തി മാനിക്കുന്ന കർത്താവുണ്ട്. ആ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. നമ്മൾ തകർത്ത് കളയാതെ, മുടിച്ചു കളയാതെ നമ്മളെ കാക്കുന്നത് ദൈവത്തിൻ്റെ കരുണ. ഓരോ ദിവസവും നമുക്ക് എഴുന്നേക്കാൻ വേണ്ടുന്ന ആയുസ്സും ആരോഗ്യം ബലം ശക്തിയൊക്കെ ദൈവം തരുന്നത്. നമ്മൾ വീണാലും നമ്മളെ നിലം പരിചയാക്കത്തില്ല, നമ്മളെ തകർത്ത് കളയത്തില്ല. അങ്ങനെ ഒരു ദൈവത്തെയാണ് നാം ആശ്രയിക്കുന്നത്. അവനിൽ ആശ്രയിച്ച് അന്ന് മുതൽ ഇന്ന് വരെയും നമ്മെ നിലനിർത്തി മാനിക്കുന്ന കർത്താവ്. നമ്മുടെ ഈ ലോക യാത്രയിൽ, ജീവിതയാത്രയിലും നാം നോക്കുമ്പോൾ ചുറ്റുപാട് ദേശത്തിലൊക്കെ പലവിധമാകുന്ന ലോകം മനുഷ്യരുടെ കാര്യങ്ങളൊക്കെ നമ്മെ താങ്ങി നടത്താൻ വരും, അല്ലെ താങ്ങി നിലനിർത്താൻ വരും. എന്നാൽ അതൊന്നും ശാശ്വതമല്ല. അവർക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. എന്നാൽ സ്വർഗത്തിലെ കാര്യം നമ്മളെ വഴികളിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ നമ്മെ നിലനിർത്തുന്ന ദൈവമാണ്. അവൻ നമ്മെ ജീവനോടെ പരിപാലിക്കുന്ന ദൈവമാണ്. പലപ്പോഴും നമ്മെ ശത്രു തകർത്ത് കളയാമായിരുന്ന സ്ഥാനത്തൊക്കെ നമ്മെ നിലനിർത്തി മാനിച്ചു. അവൻ്റെ കൃപകളെ ഓർക്കുമ്പോൾ നന്ദിയാൽ അതൊന്നും പറയുവാനില്ല. നമുക്ക് ഈ ലോകത്തിലൊന്നും പോഴുവാനില്ല. അനേക ഇടങ്ങളിൽ അനേക ജനങ്ങൾ ലോകത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ലോകത്തിൻ്റെ മുഖങ്ങളിൽ കൂടി വിരഞ്ഞോടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ ചെറുതായി കണ്ടുകൊണ്ട് ലോകമാണ് വലുതായാണെന്നുള്ള ആ തത്വത്തിലേക്ക് അവർ കടന്നുകൊണ്ടിരിക്കുമ്പോൾ, എന്നാൽ അവിടെയൊക്കെ നമ്മെ താങ്ങി നടത്തുന്ന ഒരു കരമുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ആ കരം ഉള്ളതുകൊണ്ടാണ് നാം ഇത്രത്തോളം നിലനിർത്തിയത്, ഇതുവരെ നമ്മെ എത്തിയത്. മനുഷ്യൻ്റെ കരമല്ല നമ്മെ താങ്ങി നടത്തുന്നത്. മനുഷ്യൻ്റെ കരം ഒരിക്കലും നമ്മെ താങ്ങി നടത്തുന്നില്ല. അല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് താങ്ങി നടത്തിയാലും അതിനൊക്കെ പരിമിതികളുണ്ട്. എന്നാൽ ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. ഈ ലോക ജീവിതത്തിൽ നാം തകർന്നു പോകാതെ നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ വിഷയത്തിന്മേലും, പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും നമ്മെ താങ്ങി നടത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് താഴ്ത്തി കൊടുക്കാം. അവൻ നമ്മെ വീണാലും നിലം പരിചയാക്കത്തില്ല. ആ ദൈവത്തിൻ്റെ പാതയുടെ നമുക്ക് ആയിരിക്കുന്നത് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അല്പസമയത്തെ ചിന്തയ്ക്ക് എന്നെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചല്ലോ, അതിനുവേണ്ടി ദൈവത്തോട് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവമേ, എൻ്റെ പ്രിയരെ എല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വിടുതൽ തടസ്സമായി എൻ്റെ കുറവുകളൊന്ന് അവിടുന്ന് ഹല്ലേലൂയ വരല്ലേ കർത്താവേ, അവിടെ ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംസാരത്തിൽ നോട്ടിലെ കൊടുക്കാമെങ്കില വന്നുപോയ സകല കുറവുകളുണ്ട്. അപ്പോൾ ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയരുടെ ജീവിതത്തിൽ അത് കടന്നു ചെല്ലുവാൻ എൻ്റെ പതിക്കല്ലേ സ്വർഗത്തിൻ്റെ സാഹിത്യ കൃപയും കൂടെ ഇരിക്കുന്ന ബലപ്പെടുത്തി ശക്തീകരിക്കാൻ സ്തോത്രം. ഈ ചിന്ത എല്ലാവർക്കും അത് അനുഗ്രഹമാകട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന ഇരുന്നോളൂ.